ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സഹായം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നും വില്ലി ബിനൂസസ് ആണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ആ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം തനിക്ക് ലഭിക്കുകയും തൻ്റെ കുടുംബമായി ആ ദേശത്തിൽ ഒരുമിച്ച് ദൈവത്തെ ഉയർത്തുകയും ചെയ്യേണ്ടതിനായിട്ട് തൻ്റെ പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. അതേപോലെ ആയിരിക്കുന്ന ജോലി സ്ഥലത്തൊരു ഭയങ്കര ഉയർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ എക്സ്പീരിയൻസിനകത്തും തൻ്റെ ഹല്ലേലൂയ ജോലിയുടെ കഴിവിനകത്തും തക്കവണ്ണം ഒരു വളർച്ച തനിക്ക് വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യം ചെയ്യേണ്ടതിനായിട്ട് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങളുടെ മില്ലി ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ കരം ഈ മകൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ വെളിപ്പെട്ടതിനായി നന്ദി. അത്ഭുതം സംഭവിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ ഫേവർ വെളിപ്പെടുത്തണമേ. അപ്പാ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം കൊടുക്കണമേ അപ്പ. അതിൻ്റെ വഴി അങ്ങ് തുറക്കണമേ അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ അപ്പ. രണ്ടാമത്തെ വിഷയം അറിയാം, തൻ്റെ കുടുംബമായ ദേശത്തിൽ താമസിക്കുവാൻ, ജോലിയിൽ വലിയൊരു ഉയർച്ച ലഭിക്കുവാൻ, കർത്താവെ വിരോധങ്ങൾ മാറിപ്പോകുവാൻ, കർത്താവെ ഈ മകളെ അങ്ങ് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ തൻ്റെ മകൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി, അത്ഭുത വിടുതൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാനിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. കടന്നു ഗലാത്യ ലേഖനം ഹല്ലേലൂയ 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഹല്ലേലൂയ. വളർച്ചയെ കുറിച്ചുള്ള ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഈ അവകാശി സർവ്വത്തിനും യജമാനൻ എങ്കിലും. അറിയാം, നിങ്ങൾ വിശ്വസിക്കുന്ന ഇതിനകത്ത് എത്ര പേരുണ്ടെന്നോ അറിയാം. നിൽക്കുന്നവർ മുഴുവൻ ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചപ്പോൾ ഞാൻ അവകാശിയാണ്, ഹല്ലേലൂയ, ഞാൻ യജമാനനാണ്, ഹല്ലേലൂയ. യജമാനരായവരാണ് ഇതിനകത്തിരിക്കുന്ന ഒരു മുഴുവൻ, ഹല്ലേലൂയ. നിങ്ങൾ ഏതെല്ലാം മേഖലയിൽ വളർന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ട് അറിയാം, നിങ്ങളുടെ മേളിൽ ഒരു പുത്രത്വത്തിൻ്റെ അവകാശം ഇട്ടിട്ട് കർത്താവ് നിങ്ങളോട് പറയുന്നത് നിങ്ങളാണ് യജമാനൻ, ഹല്ലേലൂയ, നിങ്ങളാണ് യജമാനൻ, ഹല്ലേലൂയ. ആ വാക്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. അവകാശി സർവ്വത്തിനും യജമാനൻ എങ്കിലും. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പറയും ഞാൻ അവകാശിയാണ്, ഞാൻ അവകാശിയാണ്, ഹല്ലേലൂയ. ഇതേ അധ്യായത്തിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, ഹല്ലേലൂയ. അതിൻ്റെ 6-7 വാക്യങ്ങൾ അതിനകത്ത് വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ. 6-7 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. 6-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. 7-ാമത്തെ വാക്യം പറയുന്നു, ഹല്ലേലൂയ, അങ്ങനെ ഇങ്ങനെ നിങ്ങൾ ദാസരല്ല പുത്രനത്രേ, ഹല്ലേലൂയ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ഒന്ന് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞാട്ടെ, ഞാൻ അവകാശിയാണ്. അവകാശികളോട് കർത്താവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ യജമാനന്മാരാണ്. അറിയാം സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങളുടെ മേളിൽ ഒരു യജമാനത്വത്തിന്റെ ശക്തിയാണ് ഹല്ലേലൂയ ഈ ഏപ്രിൽ 1-ാം തീയതി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കരുത്, നിങ്ങൾ ദാസ്യത്വത്തിന്റെ അനുഭവത്തിൽ ഇരിക്കരുത്. അറിയാം, ഇസ്രായേൽ മക്കളെ 430 വർഷത്തെ കണ്ണുനീരിൽ നിന്ന് കർത്താവ് വിളിച്ച് ചെങ്കടൽ അവർ എപ്പോൾ കയറുമോ, അറിയാം, ഹല്ലേലൂയ, ഫറവോന്റെ അധികാരത്തിൽ നിന്ന് എപ്പോൾ അവർ മാറുമോ അന്നേരം മുതൽ അവരുടെ വിളിപ്പേര് മാറുകയാണ്. ഹല്ലേലൂയ. ആ ചെങ്കടലിന് മുമ്പ് വരെയും അവരെ അടിമത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭയം അവരുടെ വെളിയിൽ കിടപ്പുണ്ട്. ശത്രു ഞങ്ങളെ പിടിക്കുമോ, ശത്രു ഞങ്ങളെ ഒതുക്കുമോ എന്നൊക്കെയുള്ള ആ ഭയം. പക്ഷേ എപ്പോൾ അവർ ചെങ്കടൽ കയറി മിരിയാം മോശ ഉൾപ്പെടെ നിൽക്കുന്നവർ തിരിഞ്ഞു നോക്കുമ്പോൾ, ശത്രുവിനെ കാണാതെ നിൽക്കുമ്പോൾ, അവസാനിച്ചെന്ന് പറയുമ്പോൾ അവരിത് അക്കരമുയർത്തി പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ അവകാശികളാണ്. ഓ ഹല്ലേലൂയ. അതുവരെ 430 വർഷം ഭയപ്പെട്ടു നിന്നവർ ഇപ്പോൾ തപ്പെടുത്ത് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുകയാണ്. കാരണം അവർക്ക് പഴയ അനുഭവത്തിലല്ല, അവർക്ക് ജീവിതത്തിൽ പുതിയൊരു അനുഭവം വെളിപ്പെട്ട് നിൽക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നും വൈകിട്ട് ഈ 1-ാം തീയതി നിങ്ങൾ അടിമത്വത്തിലോ ദാസ്യത്വത്തിലോ ഹല്ലേലൂയ ഭയത്തിലോ അല്ല നിൽക്കുന്നത്, നിങ്ങൾ അവകാശത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഹല്ലേലൂയ യജമാനത്വത്തിലാണ് നിൽക്കുന്നത്. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ 2014 മുതൽ ഹല്ലേലൂയ കൊല്ലത്തൊരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 2016 ഞാൻ സ്റ്റെപ്പ് വെച്ചു അതിനകത്തേക്ക്. 2016 അവസാനത്തിൽ ദൈവാത്മാവ് എന്നോട് നേരെ സംസാരിക്കുന്ന ഒരു ശബ്ദം. കാരണം എന്തെല്ലാം ചെയ്താലും ഒരു സ്ഥലത്തോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റത്തില്ല, ഒരു കാര്യം നമുക്ക് നടക്കത്തില്ല. ഹല്ലേലൂയ. ആ നിലയിൽ നിൽക്കുമ്പോൾ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ചെവിയിൽ ഒരു ദൈവശബ്ദം കേട്ടു.
ദൈവശബ്ദം അന്ന് എൻ്റെ കണ്ണു തുറക്കിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ദാസന് അവകാശത്തിലേക്ക് വരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദാസന് ഹല്ലേലൂയ നന്മകളെ അവകാശം പറയാൻ കഴിയത്തില്ല. അറിയാം, അവനത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവനത് കേൾക്കാൻ കഴിയും. അറിയാം, പക്ഷേ അവനത് അനുഭവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ദാസ്യത്വത്തിന്റെ ആത്മാവിന് നന്മകളെ സ്വന്തമാക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞു, നീ ദാസനല്ല. അറിയാം, കൊല്ലം പട്ടണത്തിനകത്ത് നീ ദാസനായി നിന്നാൽ ഒരിക്കലും നിനക്ക് വളർച്ച ഉണ്ടാകത്തില്ല. അറിയാം, എന്നും നീ അറിയാം താഴേക്കിടയിൽ നിൽക്കത്തേയുള്ളൂ. പക്ഷെ അന്ന് ഈ പുത്രത്തെ, അന്ന് മുതലാണ് ഞാൻ ഈ വാക്യം വായിക്കാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. അവകാശി സർവ്വത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ഹല്ലേലൂയ ദാസനേക്കാൾ അറിയാം ഒട്ടും വിശേഷതയുള്ള, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വാക്യത്തിനകത്ത് ശിശുവായിരിക്കുന്നിടത്തോളം നിന്റെ കയ്യിൽ നന്മ വന്നില്ലായിരിക്കാം, പക്ഷേ വളർന്നാൽ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, വളർന്നാൽ പട്ടണം നിന്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിക്കും. നീ ദേശത്തിൽ വാലല്ല തല തന്നെ ആയിത്തീരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ ഞെരുങ്ങുന്നവർ, തകരുന്നവർ, വിഷമിക്കുന്നവർ, വേദനിക്കുന്നവരോട് കർത്താവ് ഇന്ന് ഈ വാക്യത്തിനകത്ത് എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ. അറിയാം, നിങ്ങൾ വളർന്നാൽ, അറിയാം, നിങ്ങൾ വളരുമെന്നുള്ളവര് ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്. എന്നെ കേൾക്കുന്ന ചിലവർ പറയും, എന്നും അവസ്ഥ, എന്നും നടക്കാൻ പറ്റത്തില്ല, ഇപ്പൊ എനിക്കത് പറയാൻ വിഷമോ, ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, രോഗസൗഖ്യത്തിൽ നിങ്ങൾ യജമാനനാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആ പ്രശ്നത്തിൽ കീഴിൽ കിടക്കേണ്ടവരല്ല, നിങ്ങൾ ആ പ്രതികൂലത്തിൽ കീഴിൽ കിടക്കേണ്ടവരല്ല. നിങ്ങളുടെ മേളിൽ ഒരു യജമാനത്തിന്റെ ശക്തിയാണ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. സകലതിനെയും കീഴ്പ്പെടുത്തുന്ന ശക്തിയാണ് നിങ്ങളുടെ മേളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് അറിയാം, ഇത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന് വേണ്ടിയാണ് ഇത് ഞാൻ വ്യക്തമായി വന്നു പ്രസംഗിക്കുന്നത്. ആത്മാവിലൊന്ന് സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പറയുന്നു, ഞങ്ങൾ ശിശുവായി തുടരുകയല്ല, ഞങ്ങൾ ശിശുവായി തുടരുകയല്ല, ഞങ്ങൾ വളരുകയാണ്. ഞങ്ങളുടെ പട്ടണത്തിൽ ഞങ്ങളുടെ മേളിൽ ഒരു വളർച്ച. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, അവൻ ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവല്ല അല്ല എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, അവന് ദാസ്യത്വത്തിന്റെ ഒരു ആത്മാ, അല്ലെങ്കിൽ ദാസന്റെ കീഴിലാണ് അവൻ ആയിരിക്കുന്നത്. അവനൊന്നും സ്വയമായി ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ വളരുന്ന ഒരുവന് കർത്താവ് അധികാരം നൽകാൻ തുടങ്ങും. ഇന്ന് വൈകിട്ട് സ്വർഗം ചിലവരെ വളർന്നു എന്നുള്ള ബോധ്യത്തിനകത്തോട്ട് വരികയാണ്. ഞാൻ ആരംഭത്തിൽ തന്നെ ദൂത് പറയുകയാണ്, നിന്റെ കയ്യിൽ ചിലത് കർത്താവ് കൈമാറാൻ പോകുന്നു. ഈ ഏപ്രിൽ മാസം ദൈവം നിന്നെ ചിലത് ഏൽപ്പിക്കാൻ പോകുന്നു. ഉടമന മനമന ഘടക ശന്ധാരമാന സഥേരിയ ധേരിയ ഉടമന മനമന ഘടക ശന്ധാരബാബ. വളരാൻ ആഗ്രഹിക്കുന്നവർ മുഴുവൻ 1000 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും അത് നടക്കുന്നില്ലെന്ന് പറയുന്നവർ ഈ 1-ാം തീയതി കരം ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രിയിൽ നീ കൈ ഉയർത്തുമ്പോഴേ ആ വിഷയത്തിന് മറുപടി വരാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, തമ്പുരാനും നിന്നെ ബോധിച്ചാൽ, തമ്പുരാനും നിന്നെ മനസ്സിലായെന്ന് നിനക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ, ഇന്ന് വൈകിട്ട് ചില കൈമാറ്റങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് സംഭവിക്കും. നിന്റെ പ്രാർത്ഥനയിൽ ഒരു പുരോഗതി നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ആരാധനയിൽ ഒരു പുരോഗതി നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ സ്പിരിച്വൽ നിലയിൽ ഒരു പുരോഗതി നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഏപ്രിൽ മാസം 1-ാം തീയതി അല്ലെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ശിശുവിനെ പോലെ നിൽക്കരുത്. അറിയാം, ചിലവരെ പ്രത്യേകത ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചാലേ അവർ അനങ്ങത്തോളൂ. അറിയാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു ഫോണിൽ ഓരോരുത്തരെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനും അപ്പുറത്തായി നീ നേരിട്ട് അപ്പന്റെ ശബ്ദം കേൾക്കാൻ പോകുകയാണ്. നേരിട്ട് ഒരു ദൈവകൃപ നീ പ്രാപിക്കാൻ പോകുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്ത് നിന്റെ മേളിൽ ഒരു ഭയങ്കര ചലനം സംഭവിക്കാൻ പോകുന്നു. മീറ്റിങ്ങിനകത്ത് നീ ഉറങ്ങുകയല്ല. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ അറിയാം, ഇന്ന് വൈകിട്ട് കൊണ്ട് ഒരു മേജർ അറിയാം ഒരു വിടുതൽ നിന്റെ മേളിൽ സംഭവിക്കാൻ പോകുന്നു. നിന്റെ മേളിൽ ഒരു കൈമാറ്റം സംഭവിക്കാൻ പോകുന്നു. ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഒരു ഭയങ്കര ശക്തി നിങ്ങളുടെ മേളിൽ വ്യാപരിക്കുന്നു. നിങ്ങൾ തന്നെ എഴുന്നേൽക്കാൻ പോവുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ചേർന്നുകൊണ്ട്, ആരൊക്കെയോ ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ ഈ മിനിറ്റിൽ അവർ ദൈവശക്തി അനുഭവിക്കുകയാണ്. അല്ലെങ്കിൽ എന്നാൽ ആ വാക്യത്തിന്റെ മേളിൽ എഴുതിയിരിക്കുന്നു, 6 അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം. എന്റെ കൂടെ ചേർന്ന് പറഞ്ഞ്, പാസ്റ്റർ, ഞാൻ ഈ ശിശുത്വത്തിൽ നിന്ന് മാറുകയാണ്, ഞാൻ വളരുകയാ. അത് നിങ്ങൾക്ക് ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിൽ സ്വർഗത്തിന് 1000 മടങ്ങ് ബോധ്യമാകാൻ പോകുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യഹോവയുടെ തേജസ് നിന്റെ മേളിൽ വെളിപ്പെടാൻ പോവുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ മേളിൽ യഹോവയുടെ തേജസ് വെളിപ്പെടാൻ പോകുന്നു. എന്റെ കൂടെ ഒന്ന് ചലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചലിച്ചോ. ഇന്ന് വൈകിട്ട് ആരൊക്കെയോ അസാധാരണമായ വിടുതലിലേക്ക് വരാൻ പോകുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ചിലവർ വളർച്ച പ്രാപിക്കട്ടെ. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ എന്നും പ്രശ്നമാണ്, പ്രതികൂലമാണ്, ഭയമാണെന്നൊക്കെ പറയുന്നവർ ഇന്ന് വൈകിട്ട്
ദാവീദ് പറയുന്ന പോലെ കൂരിന് താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല, എന്റെ കൂടെ നീ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിലവർ എഴുന്നേൽക്കുകയാണ്. ഇന്ന് വൈകിട്ട് വ്യക്തമായി എനിക്ക് ബോധ്യമുണ്ട്, ഈ മെസ്സേജിനൊക്കെ ആഴമായി സ്തുതിക്കുന്ന, ആഴമായി പ്രാർത്ഥിക്കുന്ന ചിലവരെ മേളിൽ വളർച്ചയുടെ ശക്തി അടിക്കാൻ പോകുന്നു. എഴുന്നേൽപ്പിന്റെ അഭിഷേകം വ്യാപരിക്കുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം അതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് എവിടെങ്കിലും താഴ്ച ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ദൈവം അതിനകത്തൊരു ഭയങ്കര വളർച്ച കാണുന്നുണ്ട്. ദൈവം അതിനകത്തൊരു ഭയങ്കര എഴുന്നേൽപ്പ് കാണുന്നുണ്ട്. ആ താഴെ ഇരിക്കുന്ന സമയത്ത് നിലവിളി കാണാം, ആ താഴെ ഇരിക്കുന്ന സമയത്തൊരു കരച്ചിൽ കാണാം, ആ താഴെ ഇരിക്കുന്ന സമയത്തൊരു വെപ്രാളം കാണാം. പക്ഷേ നീ വീണുപോകത്തില്ല കേട്ടോ. നിന്നെ കരം പിടിച്ച് നടത്താൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരം നിന്റെ വെളിയിൽ വെളിപ്പെടുന്നത് എനിക്ക് കാണാം. നിന്റെ വെളിയിൽ വെളിപ്പെടുന്നത് എനിക്ക് കാണാം. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നും വൈകിട്ട് ആരൊക്കെയോ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് നടക്കാൻ പോവുകയാണ്, കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവരെ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ഭയങ്കര കരം വെളിപ്പെടാൻ പോവുകയാണ്. അപ്പൊ ഈ നിലകളിൽ അറിയാം, മാനുഷിക കരവും മാനുഷിക ശബ്ദവും അറിയാം. ചിലവര് അറിയാം, മക്കൾ 28 വയസ്സായി കല്യാണ പ്രായമായാലും പറയൂ, എന്റെ പൊടിക്കുഞ്ഞ് അവനൊന്നും അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. വളരാൻ വിടാത്ത ശബ്ദങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് മുമ്പോട്ട് വിടാനായിട്ട് ഹല്ലേലൂയ താല്പര്യമില്ലാത്ത ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ആ നിലകളിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിച്ചോ, അവരുടെ ജീവിതത്തിൽ വളർച്ച സംഭവിക്കത്തില്ല, അവരുടെ ജീവിതത്തിൽ വളർച്ച സംഭവിക്കത്തില്ല. എന്നാൽ മെച്ചൂറാന്ന് തോന്നുന്നവരെ അറിയാം, കഴുകൻ അറിയാം, അതിനകത്തോട്ടൊക്കെ പോയാൽ നമ്മുടെ മെസ്സേജ് മാറിപ്പോകും. ഹല്ലേലൂയ. ഒത്തിരി നീണ്ടുപോകും. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് മുകളിലോട്ട് ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് പോയിട്ട് അവയെ അവിടുന്ന് വിട്ടുകളയും. ഹല്ലേലൂയ. എന്നാൽ നിലം പരിശാക്കാത്ത രീതിയിൽ താഴോട്ട് പോകുമ്പോൾ തന്റെ ചിറകിൽ വന്ന് വീണ്ടും വഹിക്കും. ഹല്ലേലൂയ. ഇതേപോലെ ഇന്ന് വൈകിട്ട് ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു, വളർച്ച പ്രാപിക്കാൻ നിന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലം അത് പ്രാർത്ഥനയോടെ ആഴമായി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ചിലവരുടെ പേര് ഇന്ന് വൈകിട്ട് കൊണ്ട് മാറും കേട്ടോ. യാക്കോബിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഒരു പ്രതിസന്ധിയും ഭയവും കൊടുത്തത് ഹല്ലേലൂയ ഹല്ലേലൂയ യാബോക്കിന്റെ കടവിലെ ഒറ്റ രാത്രി കൊണ്ട് പേര് മാറാനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ഹല്ലേലൂയ തിമായിയുടെ മകനായി ബർത്തിമായി എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഹല്ലേലൂയ പുരുഷാരം മുഴുവൻ പറഞ്ഞു, നീ എഴുന്നേൽക്കരുത്, നിനക്ക് വേണ്ടിയല്ല. ഹല്ലേലൂയ. പക്ഷെ അതേപോലെ ഞാൻ എല്ലാം എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതേപോലെ ഒരാഴമുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 2-ാമത്തെയും 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ തെറ്റിച്ച് കളയുന്ന മാനുഷിക ശബ്ദമുണ്ട്. അബ്രഹാം വാഗ്ദത്തം കേട്ടവനും അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ വലിയതുമാണെന്നുള്ളത് തിരിച്ചറിയാതെ അബ്രഹാമിന്റെ ഭാര്യ ഇപ്പോൾ പറയുകയാണ്, എന്റെ ഗർഭം അടച്ചേക്കുകയാണ്, എനിക്ക് കുഞ്ഞൊന്നും ഉണ്ടാകത്തില്ല, ആയതിനാൽ ഞാൻ നിനക്കൊരു ദാസി ഒരുക്കുകയാണ്, ആ ദാസിയുടെ അടുക്കൽ നീ പോകണം. നിങ്ങൾക്കറിയാമോ, ഈ കുഞ്ഞ് ജനിക്കുകയും അറിയുക, ഈ അധ്യായം ആഴമായി പഠിക്കുന്നവർക്ക് ആഴം മനസ്സിലാകും. ദൈവിക വാഗ്ദത്തങ്ങൾ എത്ര പേർ കേട്ടിട്ടുണ്ട്? ആ കേട്ടതിനകത്ത് ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചു, ചില മാസങ്ങൾ പ്രാർത്ഥിച്ചു, നടക്കത്തില്ലെന്ന് പറഞ്ഞ് തെറ്റിച്ച് കളഞ്ഞ ഒത്തിരി ശബ്ദങ്ങളുണ്ട്, തെറ്റിച്ച് കളഞ്ഞ ഒത്തിരി ശബ്ദങ്ങളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ ഒത്തിരി ഓടിച്ച് തളർത്തി ഒത്തിരി ശബ്ദങ്ങളുണ്ട്. പക്ഷെ വാഗ്ദത്തം നീ നിൽക്കുന്ന കൂട്ടായ്മയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം നിന്നെ വളർത്താൻ ശക്തനാണ്. എൻ്റെ ദൈവം നിന്നെ വളർത്താൻ ശക്തനാണ്. ഈ 16-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം, 2-3 അറിയാം വാക്യങ്ങളിൽ ഇതാ ഹാഗാറിന്റെ അടുക്കലേക്ക് അബ്രഹാം പോവുകയും 16-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ, അവസാനത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ അറിയാം, ഹാഗാർ അബ്രഹാമിനെ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. ഈ 16-ാം അധ്യായത്തിനകത്ത് അവസാനത്തെ വാക്യത്തിനകത്ത് 86 വയസ്സ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, 12-ാം അധ്യായം മുതലാണ് അറിയാം അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുന്നത്. 4 അധ്യായങ്ങൾ പഠിക്കാമെങ്കിൽ 12, 13, 14, 15 അറിയാം, 4 അധ്യായങ്ങൾ നിങ്ങൾ പഠിക്കാമെങ്കിൽ അബ്രഹാമിന്റെ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ 75-ാമത്തെ വയസ്സിൽ അബ്രഹാം അത് പുറത്തു വരികയാണ്. ഇപ്പോൾ 86 വയസ്സായി. എന്ന് പറഞ്ഞാൽ 11 വർഷത്തത് വ്യക്തമായി 4 അധ്യായങ്ങൾ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ 17-ാം അധ്യായം തുടങ്ങുന്നത് അബ്രഹാമിന് 99 വയസ്സായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടോ? 11 ആണോ 14 ആണോ വലുതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അബ്രഹാം ദൈവശബ്ദം കേൾക്കാത്ത, അബ്രഹാം ഒന്നും വെളിപ്പെടാത്ത ഒരു 14 വർഷങ്ങളുടെ ഹല്ലേലൂയ ചുരുക്കം അവിടെ കാണാൻ കഴിയും. എന്താ സംഭവിച്ചത്? തൻ്റെ ഭാര്യയുടെ വാക്കിനകത്ത് തൻ്റെ 14 വർഷങ്ങൾ ഹല്ലേലൂയ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയില്ല. എവിടെയോ ഇരുട്ടിൽ ജീവിക്കുന്നത് പോലെ അബ്രഹാം നിന്നു.
വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്ന് വൈകിട്ടത്തെ ഈ മീറ്റിങ്ങിനകത്ത് നിന്നെ അല്ലെങ്കിൽ ഒതുക്കിയ ചില മാനുഷിക ശബ്ദങ്ങളുണ്ട്, നിന്നെ പുറത്തു കൊണ്ടുവരാഞ്ഞ ചില മാനുഷിക ശബ്ദങ്ങളുണ്ട്, നിന്നെ വലുതാക്കാഞ്ഞ ചില മാനുഷിക ശബ്ദങ്ങളുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ പേടിപ്പെടുത്തുന്നത് പോലെ ചൂരച്ചെടിയുടെ കീഴിൽ കയറ്റിയ ചില മാനുഷിക ശബ്ദങ്ങളുണ്ട്. എന്നാൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം നിന്നെ വളർത്താൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നിന്റെ മേളിൽ ഒരു വിളി കിടക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഒന്നുകൂടെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിക്കും, നിനക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളുടെ മേളിൽ ഇന്ന് ശക്തമായി വെളിപ്പെടുന്ന ദിവസമാണ്. ഉടമന മനമന ഘടക ശബ്ദാരമാന ചില സാമ്പത്തിക മേഖലകളിൽ, ചില ലോണിന്റെ വിഷയത്തിനകത്ത് അറിയാം, ചില കടബാധ്യത മേളിൽ നീ റൂമിനകത്ത് മാത്രം ഒതുങ്ങിയ മാസങ്ങളുണ്ട്. അറിയാം, പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ പേടിയായിട്ട് നിന്ന മാസങ്ങളുണ്ട്. പക്ഷെ ഇന്ന് വൈകിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലവരെ ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വിളിയുള്ളവന് ഒതുക്കാൻ ഒന്നിനും കഴിയത്തില്ല കേട്ടോ. ഹിസ്കിയാവ് മരിക്കാൻ തയ്യാറല്ല. ഹിസ്കിയാവ് ചുമരിനോട് ചേർത്ത് വെച്ച് കരയുകയാണ്. അറിയാം, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത്. ആ ഒറ്റ മിനിറ്റിൽ ദൂതൻ ദൈവശബ്ദവുമായി വെളിപ്പെടുകയാണ്. അറിയാം, വിശ്വസിക്കാമെങ്കിൽ അറിയാം, പറഞ്ഞ പ്രവാചകൻ തിരിച്ചു വന്നിട്ട് പറയാം, നിന്റെ സംവത്സരം നീട്ടാൻ പോകുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ആരൊക്കെയോ സാഹചര്യങ്ങളിൽ ഒതുങ്ങിയവരുണ്ട്, ആരൊക്കെയോ അറിയാം വാഗ്ദത്തങ്ങൾ മറന്നവരുണ്ട്, ആരൊക്കെയോ ഇന്ന് വൈകിട്ട് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവരുണ്ട്, ഇന്ന് വൈകിട്ട് വീട്ടിനകത്ത് രോഗം പിടിച്ചു കിടക്കുന്നവരുണ്ട്. ഇന്ന് വൈകിട്ട് നീ ഒന്ന് ഉണരാൻ പറ്റുമെങ്കിൽ ഈ മീറ്റിങ്ങിനകത്ത് ഈ ദൈവ ശബ്ദം നിന്റെ വീട്ടിനകത്ത് വെളിപ്പെട്ടാൽ ഇന്ന് വൈകിട്ട് നീ വളരാൻ പോവുകയാണ്. മാനുഷിക ശബ്ദങ്ങളിൽ നിന്നെ വളർത്താതെ തളർത്തിക്കൊണ്ടിരുന്നെടുത്തുന്ന നിന്റെ വഴി അടച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് വൈകിട്ട് ദൈവം നേരിട്ട് വെളിപ്പെടുകയാണ്. അബ്രഹാമെ, നിന്നെ വിളിച്ചത് ഞാനാ, നീ എന്റെ മുമ്പിൽ ഒന്ന് നിക്ക് സമർപ്പിക്കുക. ഹല്ലേലൂയ. ഒന്നാമത്തെ മേഖല 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. നിങ്ങൾ വചനത്തിനകത്ത് വളരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ ആത്മാവിൽ വിളിച്ച എല്ലാ എതിരുകളെയും പൊട്ടിക്കുന്ന ഒരു വലിയ ആയുധമാണ് വചനം. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ഈ വചനം വെളിപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങൾ വളരും നിശ്ചയം. ഹല്ലേലൂയ. രക്ഷയ്ക്കായുള്ള വചനത്തെ, ഹല്ലേലൂയ, പത്രോസ് പറയുന്ന ആഴങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതിനും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആരെല്ലാം കെടുത്താൻ നോക്കിയാൽ, ഏതെല്ലാം മേഖലയിൽ നിന്നെ ഒതുക്കാൻ നോക്കിയാലും നിന്റെ അകത്ത് കയറിയിരിക്കുന്ന വചനത്തിന്റെ പ്രത്യേകത ഇത് കെട്ടുപോകുന്നതല്ല. നീ അതിനെ ജയിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആരോ എന്നെ കേൾക്കുന്നവർ ചോദിക്കുന്നു, പാസ്റ്റേ ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് സെറ്റിൽ ആയതുപോലെ ഇനിയും വളരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അഭിഷേകം പ്രാപിച്ചു, സഭയിൽ പോകുന്നുണ്ട്, അറിയാം, അതിനും അപ്പുറത്തായി വളർച്ച ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തമ്പുരാൻ നിങ്ങളോട് പറയുകയാണ്, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, നിങ്ങൾ തലയോളം വളരേണ്ടവരാണ്. ഹല്ലേലൂയ. നിങ്ങൾ വളർച്ച അറിയാം കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ വളരണം. കുടുംബാന്തരീക്ഷത്തിൽ നിങ്ങൾ ഒതുങ്ങരുത്. അറിയുക, കർത്താവ് നിങ്ങളെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഞാൻ അവസാനത്തിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആൾ മാറിയവരെ പോലെ ആക്കുന്ന അഭിഷേകം ചിലവരുടെ മേളിൽ വെളിപ്പെടും. ചിലവർ അസാധാരണമായ നിലയിൽ വളരും. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വളർച്ച തലയോളം വളരാനാണ്. നീ നടന്ന കർത്താവ് നടന്നതുപോലെ ദേശം തിരിച്ചറിയുക. നീ എവിടെങ്കിലും നിന്നാൽ ദൈവം നിൽക്കുന്നത് പോലൊരു അനുഭവമാണ്. അത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. വീട്ടിനകത്തെ പ്രശ്നങ്ങളിൽ നിങ്ങൾ തളരാനുള്ളവരല്ല, നിങ്ങൾ വളരാനുള്ളവരാണ്. സ്വീകരിക്കാൻ എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് 2-ാമത്തെ മേഖല അറിയാം, 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ ഫേവർ ചിലവരെ വളർത്തും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ തേജസ് ചിലവരെ വളർത്തും. അല്ലെ, എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒരുമിച്ച് അല്ലെ 3:18, 2 പത്രോസ് 3:18. അല്ലെ, വിശ്വസിക്കുന്നവരുടെ കൃപയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പറയാം, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ ഫേവർ നിന്നെ വളർത്താൻ പോവുകയാണ്. ആരും നിനക്കൊരു സ്റ്റേജ് തരാനില്ലെങ്കിൽ, ആരും നിനക്കൊന്ന് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും എൻ്റെ ദൈവം നിന്നെ വളർത്താൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ആരോടൊക്കെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം നിന്നെ വളർത്താൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. കർത്താവെ, ആ കൃപയ്ക്കകത്ത് ചിലവർ വളരട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ മിനിറ്റിൽ എൻ്റെ കൂടെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം. അറിയാം, ആ വാക്തത്വം കേട്ട ശരീരത്തിൽ മുഴുവൻ ദൈവ തേജസ് വെളിപ്പെട്ട, ദൈവശക്തി വെളിപ്പെട്ട ആരെങ്കിലും ഒക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങൾ വീണ്ടും ഓർക്കുക. നിങ്ങൾ വളർച്ചയ്ക്ക് വേണ്ടി വീണ്ടും ആഗ്രഹിക്കുക. കർത്താവ് നിന്നെ വളർത്താൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഒതുക്കിയ ശബ്ദങ്ങളുടെ നടുവിൽ, നിന്നെ നിരാശപ്പെടുത്തിയ ശബ്ദങ്ങളുടെ നടുവിൽ അറിയാം, ചിലവർ ഈ വേദനകൾ മാത്രം ഓർത്തിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ആ തകർച്ചകൾ മാത്രം ഓർത്തിരിക്കുന്നവരുണ്ട്. ആ ദിവസം എന്നെ ആ വ്യക്തി കളിപ്പിച്ചല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒതുങ്ങുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയുന്നു, അതിനെയെല്ലാം തെള്ളിക്കളഞ്ഞുകൊണ്ട് നിന്നെ വളർത്തുന്ന ദിവസങ്ങളെ നീ ഓർക്കുക. നിന്റെ മേലിൽ തീ ഇറങ്ങിയ സമയത്തെ നീ ഓർക്കുക. വീണ്ടും ചലിക്കുക, തീ കത്തിക്കുക.
ദൈവം നിന്നെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയുന്നു, എൻ്റെ കൈവപ്പിനാൽ നിനക്ക് വെളിപ്പെട്ട കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന സങ്കടങ്ങളെ മാറ്റുക. വീണ്ടും വാശിയോടെ, വീണ്ടും ആത്മദാഹത്തോടെ കർത്താവ് വളർത്തുമെന്നുള്ള ഭയങ്കര പ്രതീക്ഷയോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉടമന മനമന കിടക്ക, ശധര മനമന കിടക്ക. എന്തോ ഭയങ്കര കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. എന്തോ ഭയങ്കര കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. വളർച്ചയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. നിന്റെ മേളിൽ വളർച്ചയുടെ ശക്തി അടിക്കാൻ പോവുകയാണ്. ഈ മൂന്നാമത്തെ മേഖല ഭയങ്കര ആഴമാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ കർത്താവ് വിളിച്ചു പറഞ്ഞു, ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ വളർത്തും. ഈസ്റ്ററിന്റെ ദിവസം നിങ്ങൾക്കറിയാം, കൂടെ നിന്ന് ശിഷ്യന്മാരെ എല്ലാവരും ഓടി ഒളിച്ചു, ആരുമില്ല. പക്ഷേ കർത്താവ് പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ ജീവനെ വിടുന്നതാണ്. ഏൽപ്പിച്ചു കൊടുത്തവനെ തക്ക സമയത്ത് അവൻ ഉയർത്തും. അവന്റെ ബലമുള്ള കൈകൾക്ക് നീ താണിരിക്കുക, അവൻ നിന്നെ ഉയർത്തും നിശ്ചയം. എത്ര പേർ ദൈവത്തിനൊന്ന് വിധേയപ്പെടാൻ തയ്യാറാകും? 1 കൊരിന്ത്യർ 3-6 വാക്യം കൂടെ വായിച്ച് വളരെ മാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വാക്യം എൻ്റെ ഹൃദയത്തിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ കൈ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവെ, വളരെ മാറാക്കുന്ന ഒരു ദൈവം ഇന്ന് വൈകിട്ട് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ എബേസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അമ്മയെ അവനെ ബെസരപുത്രനെന്ന സഹോദരന്മാർ അവനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട. പക്ഷെ അവൻ പറയുന്നു, എന്നെ വളരെ മാറാക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. എൻ്റെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോടും നിശ്ചയമായും എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിശാലമാക്കണം. നിന്റെ കൈ എൻ്റെ കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകരമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. Praise the Lord. Glory, 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 Lord. Hallelujah, 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 hallelujah. Praise your Heavenly Father, praise Jesus Christ, praise the Holy Spirit. ഞാനിതിന് മുമ്പേ സാക്ഷ്യം പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാലും കൂടി എനിക്ക് 2 വർഷം മുമ്പേ എന്തല്ല കോവിഡ് സമയത്ത് എനിക്ക് എൻ്റെ മുട്ടിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞു കുറച്ചു കാലം ഞാനിങ്ങനെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കൂടി ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി. അവിടെ ഡോക്ടർ പറഞ്ഞു, ഒരു MRI സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ സ്കാനിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അവർ ചോദിച്ചു, എന്തെങ്കിലും മെറ്റൽസ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ നീ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും കൂടി ഞാൻ അതിൻ്റെ ഉള്ളിലങ്ങ് MRI സ്കാൻ എടുക്കാനായിട്ട് ഉള്ളിൽ പോയ സമയത്ത് ഹൈ മാഗ്നറ്റിക് ഫീൽഡാണ്. MRI എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഉണ്ട്. അപ്പോൾ അത് ഫുൾ ഇതിലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നട്ടും ബോൾട്ടും ഉള്ളതെല്ലാം പുറത്തേക്ക് വരും. അത്ര ഹൈ ഫീൽഡാണ് അത്. അപ്പോൾ ഞാൻ ഇത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, Psalm 23 സങ്കീർത്തനം 23 ഞാൻ പറയാൻ തുടങ്ങി. എന്തായാലും ആ ഒരു സമയം കഴിഞ്ഞു പോയി. സ്കാനും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. ഡോക്ടറെ അടുത്ത് പറഞ്ഞ സമയത്ത് ഡോക്ടർ പറഞ്ഞു, എന്തായാലും എക്സ്റേ എടുത്തിട്ട് ഒന്നും കൂടി നോക്കാമെന്ന്. നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റാണ്, ഒരു പ്രശ്നമില്ല. തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ഒരു കളിയാണ്, അല്ലാതെ മനുഷ്യനെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതിനുശേഷം ഞാനിങ്ങനെ നടന്ന് മുട്ടുവേദന ഉണ്ടായിരുന്നു. മുട്ടുവേദനത്തിൻ്റെ ആ വേദന പൂർണ്ണമായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പാസ്റ്റർ എന്നെ വിളിച്ച് എൻ്റെ മോള് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ, എൻ്റെ മുട്ടിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു എന്താന്ന് പറഞ്ഞ ഒരു റിലീസ് ആയ മാതിരി എനിക്ക് തോന്നി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, എന്നെ പിന്നീട് പൂർണ്ണമായി സുഖപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും തന്നെ പേടിക്കണ്ടെന്ന് പറഞ്ഞു പാസ്റ്റർ. അതിന് ഞാൻ എന്തായാലും കർത്താവിനോട് കർത്താവെ സ്തോത്രം, ഞാൻ വളരെ താങ്ക്സ് പറയുന്നു. പിന്നെ നിങ്ങൾ എല്ലാവരോടും. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ആ മുട്ടിൻ്റെ വേദനയ്ക്ക് എങ്ങനെയുണ്ട്? ആ വേദന മാറി എന്ന് പറയാം. ആമേൻ. എനിക്ക് മുട്ട് വേദന ഇല്ലാന്ന് ഞാൻ പറയാം, പക്ഷെ ആ ഒരു പ്രത്യേക വേദന മാറിയെന്ന് ഞാൻ പറയാം. ആമേൻ. ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകൾ നടക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ഇവർ വിവിധ ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവരാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് ഞങ്ങളുടെ വലിയ കരം വെളിപ്പെടുത്തണമേ അപ്പ. ഞങ്ങളുടെ സൗഖ്യം, ഞങ്ങളുടെ വിടുതൽ ഞങ്ങൾ വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ അത്ഭുതം വെളിപ്പെടുത്തണമേ, ഞങ്ങളുടെ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി കർത്താവെ എന്നെ കാണുന്ന ഓരോ മക്കളുടെ മേലേക്കും വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വിടുതൽ ഈ മകൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതേപോലെ തന്നെ അലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കട്ടെ, കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ അപ്പ. പ്രത്യേകിച്ച് ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിലോട്ട് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. അപ്പൻ്റെ കരം വെളിപ്പെട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു തമ്പുരാനെ. ഞങ്ങളുടെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുക തമ്പുരാനെ. അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നപ്പ. അങ്ങയുടെ കരം വെളിപ്പെടുത്തിയതിനായി നന്ദി യേശുവേ. അങ്ങയുടെ തിരുസാന്നിധ്യം വെളിപ്പെടുത്തണമേ അപ്പ. അപ്പാ അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ലിസി എന്ന് കാണിക്കുന്ന സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ മകളെ കൂടെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ അനിൽ ബ്രദറിനെ കൂടെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു തമ്പുരാൻ്റെ കരം വെളിപ്പെടുത്തിയതിനായി നന്ദി കർത്താവെ. ഒരിക്കൽ കൂടെ കർത്താവെ എന്നെ കാണുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ വേഗത്തിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ വെളിപ്പെട്ട് വരട്ടെ. ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവത്തിൻ്റെ തേജസ്സിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. എങ്കിൽ ഈ എപ്പിസോഡുകൾ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണമേ. എല്ലാ നിലയിലും ദൈവം നിങ്ങളെ മാനിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. ആമേൻ. ഇതിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ആമേൻ.